തലശ്ശേരി ഫസൽ വധക്കേസിലെ നിർണായക തൊണ്ടി മുതലായ തുവാല കാണാതായ സംഭവത്തിൽ എറണാകുളം CJM കോടതി ഉടൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. കാണാതായ തുവാല പിന്നീട് കണ്ടെത്തിയെങ്കിലും പ്രോസിക്യൂഷൻ അട്ടിമറി ആരോപിച്ചിരുന്നു. കൊച്ചി CBI കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജിജീഷ് കരുണാകരൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ജിജീഷ്, ഈ ഫസൽ വധക്കേസിലെ നിർണായകമായ തെളിവുകളിൽ ഒന്നാണ് ഈ തുവാല. കാരണം ഈ കൊലപാതകം നടന്ന ഘട്ടത്തിൽ തന്നെ CPM ആദ്യം അത് RSSന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയും ഒരു വർഗീയ കലാപം NDFും RSSും തമ്മിൽ ഉണ്ടാവുകയും അതിലൂടെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുമൊക്കെ ഒരുപക്ഷെ വഴിതെളിച്ചുവിട്ട ഒരു സംഭവമാണ്. പിന്നീട് CPM തന്നെയാണ് ഇത് നടത്തിയത് എന്നതിനൊക്കെയുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഈ റിപ്പോർട്ട് എത്രത്തോളം നിർണായകമാകും? ഗൗതം, ഇക്കാര്യത്തിൽ കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിരുന്നു. കാരണം CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും, കാരായി രാജൻ നിലവിൽ MLA ആണ്, കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടതാണ്. ഫസൽ വധക്കേസ് എന്ന് പറയുന്നത് NDF പ്രവർത്തകനായ ഫസൽ 2006 കൊല്ലപ്പെട്ടത്. അവിടെയും തെളിവ് നശിപ്പിക്കാനും കേസ് വഴിതിരിച്ചു വിടാനും ആ കൊലപാതകം നടത്തുന്ന സമയത്ത് തന്നെ പ്രതികൾ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് രക്തം പുരണ്ട ആ ഒരു തൂവാല ഫസലിന്റെ പോക്കറ്റിലേക്ക് തിരികെ വെക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നീട് ആ തൂവാല RSS പ്രവർത്തകരുടെ RSSന്റെ ശക്തി കേന്ദ്രത്തിൽ, തലശ്ശേരിയിലെ RSSന്റെ ശക്തി കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇടുകയും RSS പ്രവർത്തകരാണ് കൃത്യം നടത്തിയതെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇക്കാര്യത്തിൽ അന്ന് പോലീസ് അന്വേഷണത്തിലും കൃത്യമായ ഇടപെടലുകൾ LDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഈ തൂവാലയാണ് പിന്നീട് നഷ്ടപ്പെട്ടത്. അത് കസ്റ്റഡിയിൽ നിന്നാണ്, കോടതിയുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് തന്നെയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത് ഗൗരവമായി കണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തി എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനായിരുന്നു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോട് CBI കോടതി നിർദ്ദേശം, കേസ് പരിഗണിച്ചിരുന്ന CBI കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ തുവാല നഷ്ടപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് തിരികെ ലഭിക്കുകയും ചെയ്തു. ആ തുവാല നഷ്ടപ്പെട്ടപ്പോൾ ജീവനക്കാർ അറിയിച്ചത് അത് എലി കരണ്ട് കൊണ്ട് പോയതാണ്. എലി കരണ്ട നിലയിലായിരുന്നു ഇതിന്റെ കവർ ഉണ്ടായിരുന്നത്, തൂവാല പൊതിഞ്ഞു വെച്ച സീൽ ചെയ്ത കവർ ഉണ്ടായിരുന്നത് എന്നെല്ലാമുള്ള ഒരു വിശ്വസിക്കാനാവാത്ത വിശദീകരണങ്ങളെല്ലാം തന്നെ അന്ന് കോടതിക്ക് നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗൗതം പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് CJM കോടതി, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടിൽ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആരാണ് അതിന് പിന്നിൽ എന്നത് സ്വാഭാവികമായും കണ്ടെത്താൻ കഴിയുമെന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അന്വേഷണത്തിൽ തന്നെ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ വലിയ വീഴ്ചയുണ്ടായി എന്ന് തന്നെ മനസ്സിലാക്കാനും കഴിയും. പ്രത്യേകിച്ച് ഈ കേസിൽ വിചാരണ അതിവേഗത്തിൽ 4 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കിയുള്ള ഒരു നടപടിയിലേക്കാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കോടതി കടക്കുന്നത്. അതിന്റെ ഭാഗമായി ഫസലിന്റെ ഭാര്യ മറിയെ വിശദമായി തന്നെ വാദം കേട്ടിരുന്നു, വിസ്താരം നടത്തിയിരുന്നു. ഈ തൊണ്ടി മുതലുകൾ അടക്കം മറിയു തിരിച്ചറിയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അന്ന് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടികൾ കൂടി, കോടതിയിലെ മറ്റു നടപടികൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. ഇതിനിടയിലാണ് രക്തം പുരണ്ട തൂവാല, ഫസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലായ രക്തം പുരണ്ട തൂവാല നഷ്ടപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് തിരികെ ലഭിക്കുന്നതും. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് CJM കോടതി നിർദ്ദേശിക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിലെ റിപ്പോർട്ടാണ് ഉടൻ തന്നെ CBI കോടതിക്ക് സമർപ്പിക്കാനൊരുങ്ങുന്നത്. ഗൗതം, ഓക്കെ, ജിജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.